സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യമാണ്. ഇന്നു മാത്രം ചികിത്സ തേടിയത് 12,894 പേരാണ്. ഡെങ്കി ബാധിതരുടെ എണ്ണത്തിലും വർധനവ്. ഇന്ന് ഡെങ്കി സ്ഥിരീകരിച്ചത് 155 പേർക്ക്, 26 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. അങ്ങനെയുള്ള വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ ശോചനീയ അവസ്ഥ, അല്ലെങ്കിൽ അവിടുത്തെ രോഗികളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. നൗഫൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നൗഫൽ, വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും അവസ്ഥ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം അത് മാറ്റമില്ലാതെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ജൂൺ മാസത്തിൽ മാത്രമുള്ള കണക്കുകൾ പ്രകാരം 3.5 ലക്ഷത്തോടടുത്ത് പകർച്ചവ്യാധി പനി മൂലമുള്ള രോഗങ്ങൾ ബാധിച്ച് ആളുകൾ ചികിത്സ തേടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഓരോ ദിവസവും അത് 10,000-ന് മുകളിൽ തന്നെയായിരുന്നു കണക്ക്. നമ്മളിപ്പോഴും പറയുന്നത് പോലെയല്ല, ഈ മാലിന്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളുമുള്ള പാളിച്ചകൾ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതും തന്നെയാണ്. ഇന്നും മാറ്റമില്ലാതെ തന്നെയാണ് ആ കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് ഇന്ന് മാത്രം 12,894 പേരാണ് സംസ്ഥാനത്ത് ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയത്. അതിൽ ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം, ഇന്ന് ഡെങ്കി സ്ഥിരീകരിച്ചവരുടെ കണക്കുകൾ 155 എത്തി എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു ഗുരുതരമായ പ്രശ്നം, ഈ പറയുന്ന മാലിന്യ പ്രശ്നം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങളിലുള്ള പാളിച്ചകൾ എടുത്തു കാണിക്കുന്ന ഒരു കണക്കുകളാണ്. ഇന്ന് ആദ്യമായി 155 പേർക്ക് ഒരു ദിവസം തന്നെ ഡെങ്കി സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. 26 പേർക്ക് എലിപ്പനിയും, അതായത് ഈ പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന 26 പേർക്ക് എലിപ്പനിയും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. അതായത് ഈ പറയുന്നത് പോലെ തന്നെ ഓരോ ദിവസവും ഗുരുതരമായി മുന്നോട്ട് പോവുകയാണ്. അതായത് കുറയും എന്ന ഒരു ആശ്വാസപരമായ വാർത്തകൾ വരുന്നില്ല. അത് ആശങ്കാജനകമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഡെങ്കി പോലെയുള്ള കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. സുന്ദരി.